പ്ലസ് ടു ഫിസിക്സ് എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് തൊട്ട് എന്തൊക്കെയാണ് ചാർജിന്റെ പ്രോപ്പർട്ടീസ്, ക്വാണ്ടൈസേഷന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൂളംസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതണം, ഇക്വേഷനും എഴുതാൻ ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ ചോദിക്കാൻ കേട്ടോ. പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ടു പോസിറ്റീവ് ചാർജ്, അതുപോലെ ഡൈപോളിന്റെ കേസിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജും വരുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് വരയ്ക്കാൻ ചോദിച്ചു കാണാറുണ്ട്. അതും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. പിന്നെ ഇലക്ട്രിക് ഡൈപോള് കേട്ടോ, ഇലക്ട്രിക് ഡൈപോളിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ആക്സിയൽ ലൈനും, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അലോങ് ദ ഇക്വറ്റോറിയൽ ലൈനും കേട്ടോ. അപ്പൊ ഈ ഇലക്ട്രിക് ഡൈപോളിനെ പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും ആ ഫിഗറും ഒക്കെ വെച്ച് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെയാണ് നമ്മുടെ ഗോസസ് ലോ വരുന്നത്. ഗോസസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, ഗോസസ് ലോയുടെ പ്രൂഫും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഇക്വേഷനും എഴുതുക. അപ്പോൾ ഗോസസ് ലോ ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കുന്നതാണ് അതിന്റെ ആപ്ലിക്കേഷൻസ്. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചോദിക്കും. എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഏതെങ്കിലും ചോദിക്കാം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ്ലി ലോങ് വയർ ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഏതെങ്കിലും ഒരെണ്ണം ഷുവർ ആണ് കേട്ടോ. ഗോസസ് ലോയുടെ കൊടുത്ത് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ അത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്, ചോദിക്കാതിരിക്കാം, പഠിക്കുക കേട്ടോ. പിന്നെ എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, 2 മാർക്സിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് അത് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്, പഠിക്കുക കേട്ടോ. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ കപ്പാസിറ്റൻസിന്റെ കേസിൽ വരുമ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് അതിന്റെ ഇക്വേഷൻ എഴുതാൻ കേട്ടോ. C is equal to ε0 A/d എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചു കാണാറുണ്ട്, അത് പഠിക്കണം. അതുപോലെ തന്നെ പഠിക്കാനുള്ളതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. എന്താണ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും, കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ അതും ചോദിച്ചു കാണാറുണ്ട്. പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ കേട്ടോ. അതിന്റെ ഇക്വേഷൻ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. അപ്പം ഇത്തരം കാര്യങ്ങൾ ഈ ഒരു 2 ചാപ്റ്ററിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഷോർട്ട് ക്വസ്റ്റ്യൻ ഇടയ്ക്കായിട്ട് ചോദിക്കുന്നതാണ്. പഠിക്കാത്തവരെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പഠിക്കുക കേട്ടോ.